മാർച്ച് 6th 2022 2 വർഷം മുമ്പെയാണ് എനിക്ക് ആക്സിഡൻ്റ് ആയത്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇതുപോലൊരു വീഡിയോ പിന്നെയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. എന്നാലും എനിക്കിത് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ഈ വീഡിയോ എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ എപ്പോഴും ഉണ്ടാവും. കാരണം 5:30-ക്കാണ് എനിക്ക് ആക്സിഡൻ്റ് ആവുന്നത്, 3:30 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിലാണ് ഞാൻ ലാസ്റ്റായിട്ട് നടക്കുന്നൊരു വീഡിയോ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നോക്കി എൻ്റെ കാല് നോക്കും, ചെരുപ്പ് നോക്കും, അതൊക്കെ നോക്കി ഞാൻ എപ്പോഴും കരയാറുണ്ട് കേട്ടോ. പക്ഷേ ആരുടെ മുന്നൊന്നും കരയാറില്ല. അഥവാ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മുന്നിലായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറ്, ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ പിന്നെ എനിക്ക് ഇതേപോലെ നടക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിൻ്റെ 1 മാസം മുന്നെയാണ് കേട്ടോ എനിക്ക് ക്ലിപ്പ് ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അന്ന് ഞങ്ങൾ കാർ എടുക്കാതിരുന്നത്, ആദ്യം ഞങ്ങളുടെ കാറിന് ഒരു എസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി പെട്ടെന്ന്. പിന്നെ വാപ്ചി പറഞ്ഞു വാപ്ചിൻ്റെ കാർ കാലിക്കറ്റ് ഉണ്ടെന്ന്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ പോകേണ്ട, കാറിൽ പോയിക്കോ, വാപ്ചി ട്രെയിനിൽ പോകാമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വേഗം നാട്ടിലെത്തുന്നതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഈ ട്രെയിനിൻ്റെ അടിയിലാട്ടോ ഞാൻ വീണത്. ആ ട്രെയിൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെയാണ് ആ വീഡിയോ കിട്ടിയത്. അത് കഴിഞ്ഞ് കാലിക്കറ്റിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് തന്നെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ഒന്ന് സ്റ്റേബിളായപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ കമൻറ്റിൽ ആ ലിങ്ക് ഇടാം കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് കാണാം. പക്ഷേ അത് കാണാത്ത കേട്ടോ നല്ലത്. അത് കണ്ട് നിങ്ങൾ എല്ലാവരും കരഞ്ഞു പോവും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ കരയില്ല, കാരണം ഒരു സർവൈവൽ സ്റ്റോറിയാണല്ലോ. എന്നെ ICUയിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ ഇത്. അതായത് ഇർഫാൻ ഫുഡ് ഇങ്ങനെ വാരിത്തരാണ്. ആ ഒരു മീല് പോലും അവർ പ്ലാൻ ചെയ്തിട്ടാണ് തരുന്നത്. ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ട്, പിന്നെ തൈരുണ്ട്, മുട്ട, കാരണം പ്രോട്ടീൻ വേണ്ടിയിട്ട് തൈരിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൂടുതൽ തരാൻ വേണ്ടി പറയും. ഇർഫാൻ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കുന്നു കേട്ടോ. കാരണം അത്രയും തകർന്ന് നിൽക്കുന്നൊരു സമയത്ത് ഇർഫാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാട്ടോ വാരിത്തരുന്നത്. എൻ്റെ ഡോക്ടർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അനിയൻ ഇങ്ങനെ എൻ്റെ മുറിവിൻ്റെ ഫോട്ടോസ് കാണിച്ചു കൊടുത്ത സമയത്ത് അനിയൻ ഫുൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ ICUയിൽ എന്നെ വിസിറ്റ് ചെയ്യാൻ വരില്ലേ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ ഭയങ്കര ചിരി. ഞാൻ വിചാരിച്ചു ഇവനെന്താ വട്ടാണോന്ന്. കാരണം ഇവനെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മിലു ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചിരിച്ച് അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുക. ഈ ഒരു ടൈമൊന്നും ഇളയനിനൊന്നും അറിയില്ല കേട്ടോ. അവൻ്റെ കൂടെയായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത്. അവൻ്റെ ഫ്രണ്ട്സിന് കുറേ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്തു. അനിയൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ICUയിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം മാർച്ച് 6-നാണ് ആക്സിഡൻ്റ് ആയത്, 12-നാണ് സർജറി ചെയ്യുന്നത്. ഞാൻ വല്ല അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ഇർഫാനും എൻ്റെ ഉമ്മയായിരുന്നു. ഉപ്പ ഇങ്ങനെ വന്നു പോവും, അതായത് വാപ്ചി ഇങ്ങനെ വന്നു പോവും. ഇർഫാൻ്റെ പേരൻസും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവും, കാരണം പേരൻസിൻ്റെ കൂടെയാണ് എൻ്റെ കുട്ടികളുണ്ടായിരുന്നത്. ഈ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാനുള്ള അത്രയും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കാരണം മൊത്തം ഫുഡാണ്. ഓരോ നേരം എനിക്കൊന്ന് ഫുഡിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ കുറച്ച് ചിരിക്കാറുള്ളൂ എന്ന്. ആ ഒരു സമയത്ത് വീഡിയോസ് ഇങ്ങനെ കുറച്ചെങ്കിലും എടുക്കാറുണ്ട്. ഇത് കണ്ടോ, എനിക്ക് വാരിത്തരാം, കാരണം ഓക്സിജൻ ഊരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓക്സിജനൊക്കെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതാ അടുത്ത ചോറ്. എന്ത് ഫുഡ് കൊണ്ടുവന്നാലും അതിൻ്റെ 1/4 ഭാഗമോ അല്ലെങ്കിൽ 1/2 ഭാഗം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ ഷേക്ക്, അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതികൾ കൊണ്ടുപോകും. പിന്നെ സോഡിയം കുറയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ബട്ടർ മിൽക്ക്, അതായത് സംഭാരം തരും. പിന്നെ എഗ് വൈറ്റ്സ് നമ്മൾ എന്തായാലും കഴിക്കണം. എഗ്ഗൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണമാവും കേട്ടോ. പിന്നെ ICUയിൽ കൊണ്ടുപോയപ്പം ഈ സിസ്റ്റർ പറഞ്ഞു മുടി കെട്ടിത്തരാം. അപ്പോഴേക്കും കുറേ ആൾക്കാർക്ക് എനിക്ക് യൂട്യൂബ് വ്ളോഗറാന്നൊക്കെ അറിയാൻ പറ്റി കേട്ടോ. കാരണം ഏതോ കുറേ മലയാളി നേഴ്സുമാരുണ്ടായിരുന്നു, അങ്ങനെ അറിയാൻ പറ്റി. അവരെന്നിട്ട് എന്നോട് പറയും വീഡിയോ എടുക്കുമോ, കാരണം എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട്. ICUയിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫോൺ എപ്പോഴും ഫ്ലൈറ്റ് മോഡിലാക്കി വെക്കും. അപ്പോൾ ഇവർ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ചിങ്ങനെ വീഡിയോസ് വെറുതെ ഇങ്ങനെ എടുത്തു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ വീഡിയോ നോക്കിയിട്ട് കുറേ ചിരിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, സെൽഫി വീഡിയോ. പക്ഷേ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ICU ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. കാരണം നഴ്സുമാർ എൻ്റെ തലയൊക്കെ കുളിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുളിപ്പിക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പിന്നെ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അടുത്ത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനാവും. ആ ഒരു സൗണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കുറേ ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ഞാനാണെങ്കിൽ 2 ദിവസം ICUയിൽ, 1 ദിവസം റൂമിൽ, പിന്നെ 2 ദിവസം ICUയിൽ, 1 ദിവസം റൂമിൽ. കാരണം എനിക്കൊരു മുറിവുണ്ടല്ലോ, പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, അതൊക്കെ പിന്നെയും കവർ ചെയ്യാൻ വേണ്ടി OT കൊണ്ടുപോകും. പിന്നെ ICUയിലിടും, പിന്നെ റൂമിൽ കൊണ്ടുവരും. പക്ഷേ എനിക്ക് ICU ആണ് കേട്ടോ ഇഷ്ടം. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കൈകൊണ്ട് വാരി ഞാൻ കഴിക്കുന്നത് ആക്സിഡൻറ്റിന് ശേഷം. അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. കഴുത്തിൽ കണ്ടില്ലേ ക്യാനലൊക്കെ. അപ്പോൾ കയ്യിലെ ക്യാനൽ മാറ്റി ലെഫ്റ്റിലേക്ക് ആക്കി ഒന്ന് കഴുത്തിലാക്കിയപ്പോഴാണ് ഇത് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് സർജറിക്ക് കൊണ്ടുപോകുമ്പോഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ചെസ്റ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്പെറോമീറ്ററാണ് തോന്നുന്നു, ഇങ്ങനെ ബ്രീത്ത് റെസ്പിറോമീറ്റർ.
ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു ഇഞ്ചക്ഷൻ പേടിയുള്ള ഒരാൾ എൻ്റെ ഒരു 30 വയസ്സ് വരെ ഞാൻ ഹോസ്പിറ്റലിൽ ആകെ 2 ഡെലിവറിക്കേ പോയിട്ടുള്ളൂ. വേറൊരു അസുഖത്തിന് അഡ്മിറ്റ് ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ ഇത്രയും ഇഞ്ചക്ഷൻസും ഇത്രയും മരുന്നും ഇത്രയും സർജറിയും ഒക്കെ കൂടി കടന്നു പോകുമ്പോഴൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതേന് കുട്ടികൾ കാണാൻ വന്നിട്ടോ. നാട്ടിൽ നിന്ന് എൻ്റെ മമ്മാനെ ചോദിച്ചിട്ടില്ലല്ലോ. ആരോട് ചോദിച്ചേ? ഇസിനെയും കൊണ്ട് ഇർഫാൻ്റെ ഉമ്മ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അടുത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ എല്ലാവരും ഓരോ ലോകത്തിലായി. ഇങ്ങനെ എൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അനിയനുണ്ട്, ഉമ്മ ഉണ്ട്. അനിയനൊക്കെ ഇല്ലേ പിന്നെ എന്നെ കൂടുതൽ വർത്താനം വരെ നിൽക്കില്ല. ഞാൻ കരയുമ്പോഴേക്കും അതുകൊണ്ട് മാറ്റാൻ വേണ്ടി വെറുതെ TV നോക്കുക. ഞാനാണ് TVൻ്റെ ചാനൽ മാറ്റുന്നത്. ഇത് ഉമ്മ ഇങ്ങനെ മോയ്സ്ചറൈസർ ക്രീം ഇടുന്നത് കേട്ടോ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. ഈ കാലിനാണ് സെൻസേഷൻ ഇല്ലാത്തത്, അതിപ്പോഴും ഇല്ല. പക്ഷേ അപ്പം എനിക്ക് അറിയുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ആ സമയത്ത്. എനിക്ക് ഒരിക്കലും സെൻസേഷൻ വരില്ല. ചിലപ്പോൾ വരുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇത്ര ലോങ് ആവും എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ എണീച്ച് നടക്കൂല എന്നുള്ളതോ ഒന്നും. എൻ്റെ വിചാരം ആ മുറിവ് പ്ലാസ്റ്റിക് സർജറീൻ്റെ കുറച്ചൊരു ഡീപ്പ് മുറിവുണ്ടായിരുന്നു എൻ്റെ ഒരു സൈഡിലെ ഹിപ്പിലും ലെഫ്റ്റ് ലെഗിലെ തൈസിൻ്റെ ബാക്കിലും. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നടക്കും, അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അതൊന്നും ആ സമയത്ത് ആരും ചിന്തിച്ചിട്ടുമില്ല. ആ സമയത്ത് ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. എൻ്റെ തലയും കൈയും മാത്രമേ എനിക്ക് അനക്കാൻ പറ്റുള്ളൂ. ബെഡിൽ ഒരേ കിടത്തായിരിക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു 20 ഡിഗ്രി മാത്രമേ കട്ടിൽ പൊക്കാൻ പറ്റുള്ളൂ. എന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടത്തുന്നത്. അതൊക്കെ സ്പൈനുള്ള സപ്പോർട്ടൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഇവരാണെങ്കിൽ കുട്ടികളല്ലേ, അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ലല്ലോ. അവൻ പ്രോപ്പറായിട്ടല്ല ക്രീം തേക്കാത്തതെന്ന് പറഞ്ഞിട്ട് അടി കൂടാണ്. അവരുടെ വിചാരം അത് മരുന്നാണ്, അത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദന മാറും എന്നാണ്. അപ്പോൾ മോള് പ്രോപ്പറായിട്ട് ചെയ്യാണ്. കാല് കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് വന്ന് ചെയ്യാണ്. നിങ്ങൾ കണ്ടോ, ഈ കൈ മാത്രമേ എനിക്കിങ്ങനെ അനക്കാൻ പറ്റുള്ളൂ. ഒരു കയ്യിൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ ബോഡി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ എനിക്ക് ഒന്ന് തല പൊതിച്ച് കിസ് ചെയ്യാൻ വരെ പറ്റില്ല. അവർ വന്ന സമയത്ത് ഞാൻ ഓക്സിജൻ സപ്പോർട്ട് ഊരി മാറ്റി വെക്കും. അവർ പോകുമ്പോൾ പിന്നെ എടുത്ത് വെക്കും. കാരണം അവർക്കത് കാണുമ്പോൾ പേടിയാവും വിചാരിച്ചിട്ട് വീഡിയോ കോളിലൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യാറ്. ആദ്യത്തെ വീഡിയോ കോളിലൊക്കെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വീഡിയോ ഓഫാക്കി സംസാരിക്കുമായിരുന്നു. ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇസിക്ക് 4 വയസ്സായിട്ടില്ല, ഇന്നൂസിന് 5.25 വയസ്സ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവർ കുറച്ചും കൂടി ബോൾഡായി, കാര്യങ്ങളൊക്കെ ഇതാവാൻ തുടങ്ങി. ഇന്നലെ മിനിയാന്ന് ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പം ഇനാരെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മമ്മ ആക്സിഡൻറ്റ്സ് ഹാപ്പൻസ്, നോ പ്രോബ്ലം, മമ്മ ഇസ് ബാക്ക്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എത്രത്തോളം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് ആ ഒരു ഡയലോഗിൽ മനസ്സിലാവും. പിന്നെ മോൻ അവിടെ നിന്ന് ഭയങ്കര വികൃതിയായിരുന്നു. എന്തൊക്കെയോ മോള് ചെയ്യുന്നതുകൊണ്ട് ഇന്നൂസ് അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ആരും മൈൻഡാക്കിയില്ല. കാരണം ആ വാശിക്ക് നിന്ന് കൊടുക്കേണ്ട പറഞ്ഞിട്ട്. മെയിനായിട്ടുള്ള കാര്യം ഇവരെല്ലാവരും ഇവനെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചു ആ സമയത്ത്, 2 പേര്. കാരണം ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഫോണൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ആരും ഫോൺ കൊടുക്കാറില്ല. വാപ്പിച്ച് മാത്രമേ പിന്നെ ഇവർക്ക് കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടി ഫോൺ പണ്ട് കൊടുക്കാറുള്ളൂ. ഉമ്മ അതേപോലെ കൊടുക്കാറില്ല, ഇർഫാൻ്റെ ഉമ്മ കൊടുക്കാറില്ല. പക്ഷേ ആ സമയത്തൊക്കെ കൊടുത്തത് ഇതേപോലെ ചോക്കോസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ചോക്കോസ് വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു. കാരണം ഉമ്മ ഇല്ലല്ലോ, ഉമ്മ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ കുറേ ജ്യൂസ് കൊണ്ട് തരും. ഇപ്പോഴൊക്കെ സ്ട്രെസ്സ് കൂടുമ്പോൾ ഞാൻ കുറേ ഫുഡ് കഴിക്കും. ഇപ്പോൾ അടുത്തായിട്ടൊരു 3-4 മാസമായിട്ട് ഇത് ശരിയാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് സ്ട്രെസ്സായിട്ട് കുറേ ഫുഡ് കഴിച്ച് അതിനൂടെ തൈറോയിഡും ഫുഡ് കഴിച്ചതും ഒക്കെ കൂടി തടിച്ചിട്ട് നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. മെഡിസിൻസിൻ്റെ എഫക്റ്റ് ആണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാനങ്ങനെ വണ്ണം വെക്കാറില്ല. ഇത് ഉമ്മ ഓരോരുത്തരിങ്ങനെ കോൾ ചെയ്യും, എന്തായി 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 ചോദിക്കും. എൻ്റെ ഫോൺ ഞാൻ ഫ്ലൈറ്റ് മോഡാക്കും. ഉമ്മ കുറേ ഫോൺ എടുക്കാതെ നിൽക്കും, കുറേ ഫോൺ എടുക്കേണ്ടി വരും. ചില ഫോണൊക്കെ ഉമ്മക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചതെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് ചോദിച്ചാലും. ഈ കണ്ണേറ് ഈ വിലൈസൊക്കെ ശരിക്കും നബിൻ്റെ കാലത്തെ ഉണ്ട് പറയും. അപ്പോൾ എൻ്റെതെല്ലാവരും പറയുന്നത് അതാണെന്ന്. മെയിനായിട്ടുള്ള കാര്യം ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറച്ചൊരു തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും പോയിട്ട് വീഡിയോ ചെയ്യും. പിന്നെ എല്ലാവർക്കും കണ്ടാൽ അറിയാൻ പറ്റും. പെട്ടെന്നുള്ള ഗ്രോത്ത് അടിപൊളിയായിട്ട് ചെയ്ത് ഇങ്ങനെ പായി പറന്ന് നടക്കുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും. പക്ഷേ ഇർഫാൻ്റെ പപ്പ കേട്ടോ, ഇർഫാൻ്റെ ഫസ്റ്റ് ചോദിച്ചത് നിനക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തുകൂടെയാണ്. അങ്ങനെ പിന്നെ എനിക്ക് തോന്നി ഓക്കെ ഞാൻ ചെയ്താലോ. അങ്ങനെ ഞാൻ 2-3 വീഡിയോ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഒരു ഫോട്ടോ പുറത്ത് വിടണമെന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്നെ ആദ്യമായിട്ട് ഇരുത്തിയത്, ബെഡ്മെന്ന് എണീച്ചിരുത്തിയത്. ഇതിനു മുമ്പ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു 30 ഡിഗ്രിയിൽ പൊക്കി, പിന്നെ 40 ഡിഗ്രി പൊക്കി, 50 ഡിഗ്രി പൊക്കി, അങ്ങനെ കുറേ കടമകൾ കടന്നിട്ടാണ് ആ ഒരു ഫോട്ടോയിലുള്ളതുപോലെ എന്നെ ഇരുത്തിയപ്പോൾ പോലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് വീഴാത്തത്. ആ കൈ വിട്ടാൽ ഞാൻ ബാക്കോട്ട് ചെരിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പൊസിഷനായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ നഴ്സുമാരായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ഇവർ രണ്ട് എസ്പെഷ്യലി നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ദക്ഷു അതേപോലെ തന്നെ അബി എന്നെ അത്രയും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. കാരണം എൻ്റെ ബോഡി ടിഷ്യൂ വെച്ചിട്ടായിരുന്നു ആദ്യം തുടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. ചൂടുവെള്ളം കൊണ്ട് തുടക്കാനൊക്കെ ഇവരാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഫേസ് വാഷും ഷാമ്പും ഒക്കെ വാങ്ങിയിട്ട് ശരിക്കും എന്നെ നല്ലോണം നല്ല നീറ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. തലയൊക്കെ കഴുകാൻ അവിടുന്ന് ശരിക്കും ബുദ്ധിമുട്ടാണ്. കട്ടിലൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിട്ട് പോലും അവരതെനിക്ക് ചെയ്തു തരും. എനിക്ക് വേദനിപ്പിക്കാത്ത രീതിയിലൊക്കെ ചെയ്തു തരും. ഇതിങ്ങനെ മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം മാറ്റിയിട്ടിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമല്ലോ. പിന്നെ എൻ്റെ കയ്യിലോ കാലിലോ കഴുത്തിലോ എവിടെയും കുത്താൻ സ്ഥലം ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഡിസ്ചാർജിന് സമയത്ത് ഡിസ്ചാർജ് ചെയ്തിട്ട് 1 മാസം പുറത്തുള്ള അവിടെ കോയമ്പത്തൂർ താമസിച്ചിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വീൽ ചെയറിൽ ഇരിക്കാന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. മെല്ലെ കാറിനൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു ആംബുലൻസിൽ പോകണ്ട, കാറിൽ പോയാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഊണ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഒറ്റയ്ക്ക് 2 കൈയൊക്കെ ഫ്രീ ആയിട്ട്. പിന്നെ തണലിൽ പോയി. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇതൊക്കെ ഇർഫാൻ ചെയ്തു തരും. എന്നാൽ പോലും ഇടയ്ക്ക് ഞാനിങ്ങനെ കൈവിട്ട് പോകാറുണ്ട്, കരയാറുണ്ട്. കുറേ കണ്ണാടി നോക്കി കരയും, റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരയും. ഇങ്ങനെയൊക്കെ നോക്കിയാലും ഇർഫാന് ഞാൻ കരയുന്നത് മാത്രം ഇഷ്ടമില്ല. കരഞ്ഞ് കഴിഞ്ഞാൽ ഇർഫാൻ്റെ കൺട്രോൾ പോവും. അതായത് ഞാൻ സ്വന്തമായിട്ട് കരയുകയാണെങ്കിൽ എനിക്കെന്നെ വഴക്ക് വെക്കും. എന്നെ ആരെയും കരയിപ്പിച്ചാൽ അവരെ കാര്യം പോക്കാട്ടോ. പിന്നെ വാക്കറായി, വാക്കിംഗ് സ്റ്റിക്കായി. പക്ഷെ എന്നാൽ പോലും എൻ്റെ നടത്തോ എൻ്റെ കുറേ ഇൻറ്റേർണൽ ഇഷ്യൂസോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഗ്രാജുവലി മാറേ ചെയ്യുള്ളൂ. ഈ ചിരിയിലാണ് എല്ലാം നിന്നു പോകുന്നത്. ഈ ചിരി കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. കാരണം ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അനിയൻ കരയാൻ തുടങ്ങിയപ്പോൾ അനിയനെ ആശ്വസിപ്പിച്ചത് ഇർഫാനാണ്. ഇർഫാനെയാണ് എല്ലാവരും ആശ്വസിപ്പിക്കേണ്ടത്. ഇർഫാൻ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ ഞാനും കുറച്ച് ചിരിക്കാനൊക്കെ ട്രൈ ചെയ്തു. ഇപ്പം അടുത്ത് എനിക്ക് ഓക്സിജൻ ലെവൽ പെട്ടെന്ന് കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 89 ആയിപ്പോയിട്ടുണ്ടായിരുന്നു. 95 വേണ്ടത്. അങ്ങനെ പിന്നെ അഡ്മിറ്റൊക്കെ ആയിട്ട് കുറച്ച് സീനായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത് കണ്ടോ. എന്തൊക്കെ സംഭവിച്ചാലും മൂപ്പർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതൊരു കഴിവാട്ടോ. എൻ്റെ ഹോസ്പിറ്റൽ ജേർണിയിൽ ഒറ്റ തവണ ഇർഫാൻ കരഞ്ഞിട്ടുണ്ട്. 1 തവണ. ഈ 2 വർഷത്തിൽ ആ 1 തവണ മാത്രം. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആരുടെ പൊട്ടക്കണ്ണാണോ നിനക്ക് കൊണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഏതായാലും ഇപ്പം ജീവിതം ഇങ്ങനെ ഫുഡ് കഴിച്ചും എൻജോയ് ചെയ്തും നടന്നും ഒക്കെ ജീവിക്കുന്നുണ്ട്. എനിക്ക് നടത്തത്തിൻ്റെ സ്റ്റേബിൾ എന്തായാലും ആവുമെന്നറിയാം. പക്ഷേ എൻ്റെ വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി. വേദന എക്സ്ട്രീം പെയിനാണ്. എക്സ്ട്രീം പെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പെയിനാണ്, അപ്പോഴും പെയിനാണ്. പക്ഷേ അപ്പോഴത്തേനെക്കാട്ടും ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് വാഷ്റൂമിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ഞാൻ വിചാരിക്കും മക്കളെ കൂടെ എവിടെയും പോകാൻ പറ്റുന്നില്ല, മക്കളെ കൂട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം അടുത്തൊരു ഡയലോഗ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കിപ്പം നിൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ലല്ലോ തിരക്ക് കാരണം. ഞാൻ എൻ്റെ മക്കളെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ അതൊരിക്കലും എനിക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാനോ ബോധിപ്പിക്കാനോ അവരോട് പറയാനോ പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സസൈസ് ചെയ്യുന്നൊരു ബെൽറ്റ് തെറിച്ച് എൻ്റെ കണ്ണിലേക്ക് കൊണ്ടു. ഞാനിങ്ങനെ ആലോചിക്കും, ഒരു നല്ല ഫോട്ടോ നല്ല വീഡിയോ ഇട്ടാൽ അന്ന് പ്രശ്നമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റൂ. ഇത് ഓണത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സദ്യൻ്റെ വീഡിയോ എടുക്കാൻ പോകണം. ഞാൻ എന്നിട്ട് 2 ദിവസം മരുന്നൊക്കെ ഒറ്റിച്ച് കണ്ണ് ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി കണ്ണടയൊക്കെ വെച്ചിട്ട് ആ വീഡിയോ എടുത്തത്. ഈ ബെൽറ്റാണ് കേട്ടോ കണ്ണിലേക്ക് കൊണ്ടത് തെറിച്ചിട്ട്. എന്നാൽ പോലും ഞാൻ തോച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു നിമിഷമാണ്. അത് തന്നെ ചെറുങ്ങനൊന്ന് മാറിയിരുന്നെങ്കിൽ കണ്ണിന് എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പഠിച്ചോൻ എൻ്റെ കൂടെ ഉണ്ട്, പ്രശ്നമില്ല. പിന്നെ എൻ്റെ കൂടെ ഒരു ഭീകരനുണ്ട്. ആ ഭീകരനാണിത്. ഒരു മൂവിയിൽ പറയുന്ന ഡയലോഗില്ലേ, എൻ്റെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ടെന്ന്. ആ ക്രിമിനലാണ് ഈ കാണുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഏതറ്റം വരും ഇർഫാൻ പോകും. ആദ്യമായിട്ട് എനിക്ക് സന്തോഷം ഉണ്ടായൊരു നിമിഷം എന്താ അറിയോ, ഫിസിയോ ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റ് കഴിഞ്ഞൊരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പം ഈ നാരൻ്റെ നഖം എനിക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റി. ഒരു തവണ ഇന്നൂസിൻ്റെ മുടി കെട്ടി കൊടുക്കാൻ പറ്റി. എന്നാലും ഞാൻ ഇതേപോലെ കിടന്ന് കരഞ്ഞ് എന്തിനാണാവോ കരയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് സങ്കടം വരും. ഇടയ്ക്ക് ആലോചിക്കും, ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ മെല്ലെ പുറകോട്ടേക്ക് പോയിരുന്നു, ട്രെയിനിലേ പോകാണ്ട് കാറിൽ പോയിരുന്നു എന്ന്.
പക്ഷേ അപ്പം ഞാൻ ആലോചിക്കും കാറ് പോയി കാർ ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ കൂടെയുള്ള 3 ആൾക്കാർക്കും എന്തെങ്കിലും പറ്റുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി കരയാൻ പോകുന്നില്ല പറഞ്ഞാൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ മാക്സിമം ഞാനത് കൺട്രോൾ ചെയ്യും. ഇർഫാൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്കും മക്കൾക്കും നീ ജീവനോടെ ഒരു ബെഡിൽ കിടന്നാൽ മതി. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാ രക്ഷപ്പെട്ടത്, മരിച്ചു പോയതായിരുന്നു എന്ന്, കാരണം അത്രയും പെയിന് വന്നപ്പം. അപ്പോൾ അത് കേട്ടതിന് മുതൽ ഞാൻ പിന്നെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. എൻ്റെ കുറവുകൾ മാറ്റി നിർത്തി എൻ്റെ കഴിവുകളെയാണ് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. 7% ജീവൻ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പോവുക, അതായത് 7% മാത്രമാണ് ഞാൻ രക്ഷപ്പെടുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അതുപോലും ഉറപ്പുണ്ടായിട്ടില്ല, കാരണം അത്രയും ക്രൂഷ്യലായിരുന്നു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ഇർഫാൻ അത് ഭയങ്കര സങ്കടം കേട്ടോ. ഇപ്പം ആകുമ്പം എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഇർഫാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ഇതിനു മുന്നേ ഇർഫാൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് ഞാൻ വളരെ അപൂർവമായിട്ടാണ് കണ്ടത്. വളരെ സൈലൻ്റ് ആയ ഒരു മനുഷ്യനാണ്, എപ്പോഴെങ്കിലൊക്കെ ദേഷ്യം പിടിക്കുള്ളൂ, ബാക്കി എല്ലാ സമയത്തും കൂളായി നിൽക്കുന്ന ഒരാളാണ്. ഒരു നല്ല ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലൈഫ് വിത്ത് സ്റ്റോറീസ്.